ഇൻഫോസ്ഫിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വിതരണത്തിൽ എണ്ണ കമ്പനികൾ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സിലിണ്ടറുകൾക്കായി സമീപിക്കുന്ന ഉടമകളോട് സ്റ്റോക്കില്ലെന്ന മറുപടിയാണ് വിതരണ ഏജൻസികൾ നൽകുന്നത്. ഇതോടെ പാചകത്തിനായി പഴയതുപോലെ വിറകടുപ്പുകളെ ആശ്രയിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഉടമകൾ. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഹോട്ടൽ ഉടമകളുടെ സംഘടന ഓൺലൈനായി യോഗം ചേർന്നു. വിഷയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ പലയിടത്തും വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം ഹോട്ടലുകളെ ബാധിച്ചതായി സംഘടന അറിയിച്ചു. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിർത്തിവെക്കാൻ നേരത്തെ അനൗദ്യോഗികമായാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നലെ ചില എണ്ണ കമ്പനികൾ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച ഇമെയിൽ തന്നെ അയച്ചതായി വിവരമുണ്ട്. അതേസമയം ചില എണ്ണ കമ്പനികൾ ഏജൻസികൾ സിലിണ്ടർ വിതരണം ചെയ്യുന്ന ആശുപത്രികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിവരം തേടിയിട്ടുണ്ട്. ഇവയ്ക്ക് ഇളവ് നൽകാനാണ് നീക്കമെന്നാണ് വിവരം. എന്നാൽ ആവശ്യമേഖലയായ ഹോട്ടലുകൾക്ക് ഇളവൊന്നും ലഭിക്കുന്നുമില്ല. നിലവിൽ പൂർണ്ണമായും പാചകവാതക സിലിണ്ടറുകളെ ആശ്രയിച്ചാണ് പാചകമെന്ന് പ്രമുഖ ഹോട്ടൽ ഉടമകൾ പറയുന്നു. പ്രതിസന്ധി തുടരുകയാണെങ്കിൽ പ്രധാന പാചകം വിറകടുപ്പിലേക്ക് മാറ്റേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. സമീപകാലത്തിറങ്ങിയ ബ്ലോവർ മാതൃകയിലുള്ള വിറകടുപ്പ് ഹോട്ടലുകൾക്ക് പ്രയോജനകരമായേക്കും. എന്നാൽ പുകയും പൊടിയുമൊക്കെ വീണ്ടും തിരിച്ചെത്തുന്നത് സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രകൃതിവാതകത്തെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ പ്രകൃതിവാതകത്തിന് നിലവിൽ നടപ്പിലാക്കിയതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് കുറഞ്ഞ നഗരങ്ങളിലും തദ്ദേശ സ്ഥാപന പരിധികളിലും പരമാവധി വർദ്ധിപ്പിക്കാൻ റിഫൈനറികൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പ്രതിസന്ധി നേരിടാൻ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം പൂർണ്ണമായും ഗാർഹിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനാണ് കേന്ദ്ര തീരുമാനം. ഇറക്കുമതി ചെയ്യുന്ന LPG വിതരണത്തിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകാനും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയുന്നതിനായി സിലിണ്ടർ ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെ ഇടവേളയും മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഇറാൻ-ഇസ്രായേൽ US സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പ്രധാന ഊർജ്ജ ഗതാഗത പാതകളിൽ ഉണ്ടായ തടസ്സമാണ് ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിന് കാരണം. രാജ്യാന്തര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിൽ എത്തിയതും പാചകവാതക വിതരണ പ്രതിസന്ധിയിലേക്ക് കാരണമായിട്ടുണ്ട്.